അപ്പോൾ ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി 1 ആണ്. അപ്പോൾ നമുക്ക് ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഇതുവരെയായിട്ട് ഞാൻ ഈ ഗ്രാനി എന്ന് പറയുന്ന ഫോൺ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഔട്ടാവും, ഇടയ്ക്കിടയ്ക്ക് വീണ്ടും കയറും, ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഔട്ടാവും. അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ പോവല്. പിന്നെ ഞാനങ്ങനെയൊക്കെ കുറേയൊക്കെ കളിക്കും. ഞാൻ കയറി എന്താണ് ഡേ 1 ആയി. ഏകദേശം ഡേ 2 വരെ നിന്നിട്ടുള്ളൂ. അപ്പോഴേക്കിനും എൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു ബ്രദർ അപ്പോഴേക്കിനും ബാക്കായി. അപ്പം ഞാനും ബാക്ക് അടിച്ച് പോയി ഗൈസ്. അതാണ് ലാസ്റ്റത്തേക്ക് സംഭവിച്ചത്. ഞാനിങ്ങനെ ഓരോന്നിലേക്ക് തുറന്നൊക്കെ നോക്കണുണ്ട്, എന്തെങ്കിലും കിട്ടുമെന്ന്. വലുതായിട്ട് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഗ്രാനുവർ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ. അപ്പോൾ പാത്രം തുറന്ന് നോക്കിയപ്പോൾ ഗ്രാനുവരൊന്നും കണ്ടില്ല. പിന്നെ സൈഡിലോട്ടൊക്കെ നോക്കിയപ്പോൾ ഒരാൾ നടന്ന് വരുന്നു. എന്നെ കണ്ടിട്ട് എൻ്റെ അടി വേഗം കയറി വിളിച്ചു. ഇനി ഞാൻ ഗെയിമിൽ പറയുന്ന വോയിസ് ഓവർ നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ. ഗ്രാനിപ്പോൾ തന്നെ പിടിച്ചേനല്ല, ഞാനിങ്ങനെയൊക്കെ കയറി വിളിച്ചതായി കേട്ടോ. നിനക്ക് എന്നെ അപ്പോൾ പിടിക്കാൻ കിട്ട് നോക്കിയിരുന്നോ? പോയി കണ്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇത് വോയിസ് ഓവർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ, അതായത് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ ഗെയിമിൽ ഞാനിങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഗെയിം, അതായത് നമ്മളുടെ വ്ളോഗിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേമാതിരിയാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ചിലർക്കൊക്കെ മനസ്സിലായെന്ന് വരില്ല, ഇതേതാണ് ഇതാണ് അങ്ങനെയൊക്കെ മനസ്സിലായെന്ന് വരില്ല കേട്ടോ. പെട്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ലീവ് ദിസ് ഹൗസ് എന്നാണ്. എന്താ അവിടെ കെട്ടി വെച്ചേക്കണം. നമുക്ക് കുറച്ച് വാതിൽ തുറക്കൂ, ഇല്ല നമുക്ക് ജനൽ വഴി ചാടി നമുക്ക് ആ സംഭവം തുറന്നിട്ട് പുറത്ത് പോയാൽ. അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രാനി ഇങ്ങോട്ട് വരും തേങ്ങ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അടി ബഹളമായിരിക്കും. പൊട്ടെ വേഗം പോട്ടെ. ഇത് കുറച്ച് സ്ലോ ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ വലിയ പ്രശ്നമില്ല, കളിച്ച് പോവായി. ഇവിടെ ഗ്രാനി ഉണ്ടോ? ഇല്ല കേട്ടോ ഗൈസ്, ഗ്രാനി ഒന്നുമില്ല. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് എനിക്കുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാനി ഏത് നിമിഷവും ഇങ്ങനെ കയറി വന്നു എന്ന് വരാം. നേരത്തെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് നിമിഷവും വന്നു എന്ന് വരാം. ഞാനത് ഡോറാന്ന് വിചാരിച്ചിട്ട് ഗ്രാനി വരുന്നുണ്ടോയെന്ന് നോക്കിയതാണ്. ഇത് തിരിച്ച് കയറാനുള്ള വഴിയില്ല, താഴത്തു കൂടെ തന്നെ നമുക്ക് തിരിച്ച് കയറാൻ കഴിയൂല. അപ്പോൾ അതാണ് ഞാൻ അവിടെ നിന്നത്. ആ ഫോട്ടോ കണ്ടോ? അത് ഗ്രാനിയുടെ മുത്തശ്ശിയാണ്. ഞാൻ ലാസ്റ്റ് കാണിച്ചത്. ഇത് ഷോർട്ട് ഫിലിമിൻ്റെ പീസ് കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കൂടുതൽ ബ്രദറിനോട് ചോദിച്ചതാണ്. ബ്രദർ എപ്പോഴും ചത്തു. അപ്പോൾ ഇത് എവിടെയൊക്കെ ഉണ്ടത്? ഒരു പകുതിയിൽ നിന്ന് ഞാൻ എൻ്റെ വോയിസാണ് കൊടുത്തത്. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഞാൻ മിണ്ടാൻ മറന്നു പോയി കേട്ടോ. അപ്പം ഇനിയുള്ള വോയിസ് നിങ്ങൾ കേട്ടോ. ഇപ്പോൾ തള്ള വരും ഗൈസ്, നോക്കി നിന്നോ ഗൈസ്. ഇപ്പോൾ തള്ള വരും. എവിടെ തള്ളേ എന്താ വരാത്ത? തള്ളക്ക് മുടിയില്ല, ഡ്രസ്സ് മര്യാദക്ക് തിരുമ്പിടൂല, പിന്നെ കുളിക്കുന്ന അനക്കി വരെ ചെയ്യില്ല. ബാത്റൂമിൻ്റെ അവസ്ഥ നിങ്ങൾ കാണണം ഗൈസ്. ഈ വീഡിയോയിൽ എനിക്കത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഗൈസ്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല, അതുറപ്പാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ കീ എവിടെയാണെന്ന് അറിഞ്ഞൂടാ. എന്താ കീന്ന് പോലും അറിഞ്ഞൂടാ. എങ്ങനെ ആ കീൻ്റെ അടുത്ത് എത്താമെന്നും കൂടി അറിഞ്ഞൂടാ ഗൈസ്. അതുകൊണ്ടാണ് എനിക്ക് അത് ഉൾപ്പെടുത്താൻ കഴിയാത്തൊക്കെ ഓൾറെഡി ചത്ത് ഗൈസ്. അതുകൊണ്ട് ഇതെന്താ സാധനം ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തോ ഓണും ഓഫൊക്കെ ഉണ്ട്, നമുക്ക് ഓണാക്കി വെക്കാം. ഓഫായോ എന്തെങ്കിലും കറക്റ്റ് നമുക്ക് എന്തായാലും എന്താ ചെയ്യാം. ഇപ്പോഴാണ് ഓർമ്മ വന്നത് ഇതെന്ന സാധനം. ഞാനും ആദ്യം ഗ്രാനി കളിച്ചപ്പോൾ
ഏകദേശം കുറച്ച് നാൾ മുന്നേ ഗ്രാനി കളിച്ച പാലൊക്കെ എരിഞ്ഞ് ഉള്ളിയിട്ടിട്ടാണ് ഗ്രാനീനെ കൊന്നത്. അപ്പം ഓൺ ഓഫും എന്താ സാധനത്തിനുള്ളതാണ് ആണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം അവിടെ ഡ്രോപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും ഒരു സാധനം കിട്ടുമോ നോക്കാം. ഈ വഴി പോവാം. ഇപ്പം എന്തായാലും ഈ വഴി പോകാം. സിമ്പിളല്ലേ? ഇവിടെ എന്തായിരിക്കും ഉണ്ടാവാം, നമുക്ക് കാത്തിരുന്നിട്ടാണ്. ഓ ഗൈസ്, ഇവിടെ എൻജിൻ ഓയിലുണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു പാത്രമുണ്ട്, പാൽപാത്രം. ഗ്രാനി ഏത് നിമിഷം വാതിലോർത്തില്ലാട്ടോ. ഗ്രാനിയുടെ കയ്യിൽ താക്കോലുണ്ട്. എൻജിൻ ഓയിൽ, ഓ പാത്രം വീണ് എൻജിൻ ഓയിൽ എടുത്ത് ഓടിപ്പോൾ തള്ള വരും. എനിക്ക് പേടിയാട്ടോ ആ തള്ളയുടെ ആ ഒരു വടിമേൽ തന്നെ ഉണ്ട് കുറേ പോസിറ്റീവ്, ബി നെഗറ്റീവ്, എ നെഗറ്റീവ്, പിന്നെ ക്യൂ അങ്ങനത്തെ എന്തൊക്കെ ഒരു ബ്ലഡില്ലേ, ആ ബ്ലഡ് ട്യൂബ് മൊത്തം ഉണ്ട് തള്ളയുടെ ആ ഒരു വടിമേൽ. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇടാല്ലേ, ഇവിടെ ടൗണിൽ കയറുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. ഇവിടെ നിൽക്കാം. ഇവിടെ നിന്നാൽ എനിക്ക് തള്ള വരുന്നത് കാണാൻ കഴിയില്ല. ഇങ്ങോട്ട് കാണൂലെന്ന് പ്രതീക്ഷിക്കുന്നു. തള്ളയുടെ മുത്തശ്ശൻ കാലത്തുള്ള വണ്ടിയാണിത്. അതുകൊണ്ട് ഒന്നും കഴുകിയിട്ടും കൂടി ഇല്ല, ഒന്ന് വൃത്തിയാക്കാനുള്ള സമയമില്ല തള്ളക്ക്. അപ്പോൾ അതുകൊണ്ട് തള്ള കയറിക്കഴിഞ്ഞാൽ നമുക്ക് ചെന്ന് അടയ്ക്കാം കേട്ടോ. അതിൽ തള്ള കയറി അടയ്ക്കാൻ കഴിയണില്ല ഗൈസ്, തള്ളമുള്ളിലല്ല. ഞാൻ ഇത്ര നേരം ഇവിടെ നിൽക്കണ്ടേ, തള്ള എന്നെ കണ്ടിട്ടില്ല ഗൈസ്. ഓ മൈ ഗോഡ്, ഭയങ്കര അതിശയമായി പോയി എനിക്കത്. എന്നെ കണ്ടില്ല. അത് കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓൾറെഡി അതിൽ വന്നിട്ടുണ്ട്. ഇനി വരാണ്ടിരിക്കുന്നത് നല്ലത്. ഇവിടെ ഇട്ടാൽ അപ്പം ശരിയാവത്തില്ല. നമുക്ക് ഉള്ളിലോട്ടിടാം. തള്ള പോയില്ലേ, ഒരു 5-6 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, എന്നിട്ടിടാം. അത്രേ ഉള്ളൂ. ഇട്ടിടാം. തള്ള അവിടെ ആ സാലിട്ടിട്ടാട്ടാ പോയത്. ഇപ്പം എന്താ ബുദ്ധിമതിയാണ് ആ തള്ള. വന്നു ഓടി പായോ, നിനക്കുള്ള പരിപ്പടം ചായ ഞാൻ ഇപ്പം തരാം. അടയ്ക്കാൻ കഴിഞ്ഞ് കായ് ഓണാവണം തേങ്ങ ചാവോന്ന് പറഞ്ഞൂടാ ഗൈസ്. കുറേ മുന്നേ കളിച്ചിട്ടുള്ളതാ. തള്ള കഷ്ടപ്പെടും നോക്ക്. അയ്യോ കഷ്ടപ്പെടുന്ന എനിക്ക് സങ്കടം വരുന്നു. അല്ലാണ്ട് ഞാൻ പുറത്തെടുക്കാൻ ഒന്നുമല്ല കേട്ടാ, സോറി. തള്ളച്ചത്ത്. ഇന്ന് ഞാനിവിടെ ഒരു ഇതുണ്ടാക്കും 2 മിനിറ്റിൽ. പക്ഷെ 2 മിനിറ്റിൽ എന്ത് ചെയ്യുന്നു? സേഫ്റ്റി വേണം. എന്ത് ചെയ്യും? സേഫ്റ്റിയൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ ഇനിയിപ്പം സേഫ്റ്റി എവിടെയാണെന്നും കൂടി അറിഞ്ഞൂടാ. അതുകൊണ്ട് കുറച്ച് ഈസി ആയിട്ടുള്ള കളിയാണെങ്കിലും കൂടിയും ഒരു മടിയാണ്. ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു റൂമിൽ കൊണ്ടുപോയി വെക്കണം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ ഏതോ ഒരു ഇതിൽ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് ആ ഒരു ഭാഗം, ഈ ഒരു പോർഷൻ പറയാറ്. അതായത് ഗ്രാനിയുടെ ഒരു ഫോട്ടോ അവിടെ ഇരിക്കുന്നുണ്ടായി. ഇത് മുത്തശ്ശൻ കാലത്തുള്ളത്, അതായത് മുത്തശ്ശി അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു തരാമെന്നാണ് ആ ഒരു പാർട്ടിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല, ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൽ വെറുതാക്കി കഴിഞ്ഞാൽ അവരെ ഞാൻ അപ്പോൾ കാണിച്ചു തരാം. കണ്ടു പാവം മുത്തശ്ശീന ഗ്രാനിയുടെ മോള് കേട്ടിട്ടേക്കുന്നു. ഗ്രാനിയുടെ തള്ള ഒരിക്കലും നന്നാവൂല. പക്ഷെ പാവം കിടക്കണോക്ക് 5-6 ദിവസമായി എന്തെങ്കിലും അതിൻ്റെ വായയിലിപ്പോൾ എന്തൊക്കെ ഏർപ്പുണ്ട്. അത് ചത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കീ കിട്ടും. അപ്പോൾ ആ കീ കിട്ടാനാണോ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടുള്ളത്? ആണ്. കീ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പൈഡർമാൻ്റെ അടുത്ത് പോകാം. സ്പൈഡർമാൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാം? ചാവാം. സ്പൈഡർമാൻ്റെ അടുത്ത് പോയിക്കുന്നൊരു പ്രശ്നം, സ്പൈഡർമാൻ ഇങ്ങനെ വായ തുറന്നിട്ട് നമ്മളിട്ട് വീഴുന്നു.
അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വീഴുമ്പോൾ നല്ല പേടിയുണ്ട്. അയ്യോ, നമുക്കൊരു വട്ടം കൊണ്ട് ഗ്രാനീനെ കൊല്ലാം. ഗ്രാനി പോയി, അവള് പോവും, അവളങ്ങനത്തെ ആള്, അവള് പോവും. ഓ ഭയങ്കര പോവും ഞാട്ട സാധനം. തേങ്ങ നമുക്ക് ഓഫാക്കിയിട്ട് ആ സാധനം എടുത്തിട്ട് ഒന്നും കൂടി ഡ്രോപ്പ് ചെയ്യും. ഡ്രോപ്പിൽ അങ്ങനെ ഇരിക്കണം. ഇപ്പം വരും തള്ളാമേളി ഇപ്പം വരും. അതെന്താ വരാത്ത കാണാനില്ലല്ലോ ഗ്രാനീനെ. ഗ്രാനി കോയ്, യു വാണ്ട് ടു പ്ലേ മീ ഹൈഡ് ആൻഡ് സീക്ക്. അത് പറഞ്ഞപ്പോൾ തള്ള വന്നിട്ടാ. തള്ളക്ക് മറ്റേ നൂഡിൽസും ഇങ്ങനെ കുറേ തിന്നാനുള്ള സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ കുത്തിത്തിരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. തള്ള അത് ഇരുന്നിട്ടുണ്ടല്ലോ, അത് കുറിച്ചോണ്ടിരിക്കും. അപ്പോഴേക്കും ഞാൻ കുറേ സാധനങ്ങൾ പോയി എടുത്തിട്ട് ഓണാവുന്നില്ല. ഓണായി പാവം ഗ്രാനി, പാവട്ടോ. പാവം. അയ്യോ, അതിൻ്റെ വടിയിൽ പോസിറ്റീവും ബി പോസിറ്റീവും എല്ലാ നെഗറ്റീവും ബി പോസിറ്റീവും നെഗറ്റീവും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ആ തള്ളയുടെയും കൂടി ചോരഞ്ഞ് വരേണ്ടതും. അപ്പം ഇതെങ്ങനെയാണ് എസ്കേപ്പ് ചെയ്യണം എന്നായിരുന്നു. പക്ഷെ എനിക്ക് എസ്കേപ്പ് ചെയ്യാൻ കഴിയൂല എന്നാണ് എൻ്റെ ഒരു നിബന്ധന. ബിക്കോസ് ഇതുവരെ ഏറ്റവും ഞാൻ എസ്കേപ്പ് ചെയ്തിട്ടില്ല. അപ്പം ഇപ്രാവശ്യം അങ്ങനെ തന്നെയുള്ള ഇത് കുറച്ച് ടഫാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ചാവി എടുക്കാൻ ചാവിയാണ് ഈ ഫ്രെയിമിൻ്റെ അടിയിൽ. ചാവി എവിടെ ഇല്ലടേ ഇതിൻ്റെ അടിയിൽ. അതാ കിടക്കണം ചാവി കായ്സ്. എടുത്തു. ഇനി നമുക്ക് ആ തള്ളയുടെ ഉടുക്കാത്ത ട്രാപ്പിൽ ഞാൻ പെട്ടുപോയി. പ്രശ്നമില്ല, നമുക്കതൊന്നും വിഷയമല്ല കൈസ്. നമുക്ക് ചെന്നിട്ട് എന്തൊരു സ്പൈഡർമാൻ്റെ ആ സംഭവം തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാം. ഇനിയാണ് നിങ്ങൾ ചരിത്രം കാണാൻ പോകുന്നത് ഗൈസ്. എന്നെ സ്പൈഡർമാൻ ഓടിക്കുന്നു, എന്നെ സ്പൈഡർമാൻ വെട്ടുന്നു, സ്പൈഡർമാൻ വിഴുങ്ങുന്നു, സ്പൈഡർമാൻ തിന്നുന്നു. ഇനി അതൊക്കെ നിങ്ങൾ കാണാൻ പോവുകയാണ് ഗൈസ്. നല്ല സങ്കടമുണ്ട് അതിൽ. എനിക്കിവിടുത്തെ വഴി സത്യം പറഞ്ഞാൽ അറിഞ്ഞു. അതെന്ത് സാധനം ഇപ്പോൾ പോയച്ച് ചിന്നും മിന്നും. അയ്യോ, ഇതിലേക്ക് ഞാൻ ഇപ്പം പോകണ്ടേ. പേടിച്ചിട്ട് കൈ അങ്ങനെ വരക്കണതാട്ടോ. ഇവിടെ വിളിക്കാനുള്ള സ്ഥലം. അയ്യോ, ഇപ്പം എൻ്റെ കടി കിട്ടും. ഇവിടെ വിളിക്കാനുള്ള സ്ഥലം ഇല്ലല്ലോ. ഇപ്പൊ ഉണ്ടാവും സ്പൈഡർമാൻ. അതാ നിക്കണേ. അസ്സലാമു അലൈക്കും ട്ടാ. അപ്പം നമ്മൾ പോയിട്ട് വരാം. നിങ്ങൾ പറഞ്ഞോടി. ഇത് ബോക്സാണ്, സെക്കൻഡ് ബോക്സ് ചൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.